എസ് വിജയകുമാറാണ് അയോധ്യയിൽ ചേരുന്ന. വിജയകുമാർ, ഇപ്പോൾ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചവർക്ക് മാത്രമേ അയോധ്യയിലേക്ക് പ്രവേശനമുള്ളൂ. അതടക്കം എന്തൊക്കെയാണ് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ? വിജയകുമാർ. ഹാഷ്മി, സുരക്ഷാ ക്രമീകരണത്തിന്റെ കാര്യത്തിൽ 3 ലെയറുള്ള 3 പാളികളായി സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഉത്തർപ്രദേശ് പോലീസിലെ ഒരു SSF എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വിങ്ങിനാണ് അതിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ട്രെയിനിങ് നൽകിയത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡാണ്. ഏതാണ്ട് കമാൻഡോകൾക്ക് സമാനമായ ട്രെയിനിങ് ലഭിച്ച 100-ലധികം വരുന്ന അംഗങ്ങളാണ് അയോധ്യയുടെ സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവർ നഗരത്തിന്റെ പലയിടങ്ങളിലായി ഇങ്ങനെ പരിശോധന തുടരുകയാണ്. അതിനിടെയാണ് ഇവിടെ നിന്ന് ഈ ഖലിസ്ഥാൻവാദികളായ 3 പേരെ ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. അവരെ വളരെ വിശദമായി ഒരു രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നുവെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഹാഷ്മി, നമുക്കറിയാം ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്ക് ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെ വലിയ സുരക്ഷ ഒരുക്കേണ്ട ആളുകളുടെ എണ്ണം വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് പ്രത്യേക സുരക്ഷ ഈ ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് നിയന്ത്രണം കർശനമായിട്ടുണ്ടാകും. മാധ്യമങ്ങൾക്ക് പോലും അവിടെ കർശന പരിശോധനയ്ക്ക് ശേഷമേ പുതിയ ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് നമ്മളെ ലൈവിനൊക്കെ അനുവദിക്കുന്നുള്ളൂ. നാളെയൊക്കെ ആവുമ്പോഴേക്കും ആ ഭാഗത്തേക്ക് പ്രവേശനം ഉണ്ടാവില്ല. ദൂരദർശൻ എല്ലാ ദൃശ്യങ്ങളും എത്തിക്കും. ദൂരദർശൻ വാർത്താ ഏജൻസികൾക്കും ദൃശ്യം നൽകും. അതുകൊണ്ട് അവിടേക്ക് മാധ്യമപ്രവർത്തകർ പോലും പോകേണ്ട എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സുരക്ഷ അതീവ കർശനമാക്കിയിട്ടുണ്ട്. ഈ 3 ഖലിസ്ഥാൻവാദികളെ പിടികൂടുക കൂടി ചെയ്തതോടെ കുറെ കൂടി കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ തീർത്ഥാടക സംഘങ്ങളായി ഇവിടേക്ക് എത്തുകയാണ്. അവരെ കൊണ്ട് ഏതാണ്ട് അയോധ്യ നഗരം പൂർണ്ണമായും നിറഞ്ഞു കവിഞ്ഞു എന്ന് തന്നെ പറയാം. രാവിലെ മുതൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെ അങ്ങനെ വരുന്ന ആളുകളാണ്. വിവിധ സന്യാസ മഠങ്ങളുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിനായ സംഘങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ വന്ന് ഇവിടെ തിരക്ക് കൂട്ടേണ്ട, പിന്നീടാവാം ദർശനമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടൊരു അഭ്യർത്ഥന നടത്തി. പ്രധാനമന്ത്രി പിന്നീട് ഇത് ആവർത്തിച്ചു. പക്ഷെ അപ്പോഴും ഈ തിരക്കിനൊരു കുറവുമില്ല. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നാളെ എത്തിയേക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. പക്ഷേ മിക്കവാറും 22-ന് ഈ പരിപാടി നടക്കുന്ന ദിവസമേ അദ്ദേഹം വരൂ എന്നും പറയുന്നുണ്ട്. ഇന്നും നാളെയും ഒക്കെ അദ്ദേഹത്തിന് തിരക്കിട്ട പരിപാടികളുണ്ട്. അതിനിടയിലും ഇവിടെ വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ല. ഈ അവധി കൂടുതൽ പ്രഖ്യാപിക്കുന്നതിനെതിരെ ചിലർ രംഗത്ത് വന്നു. പക്ഷേ ഒരു കാര്യം ഹാഷ്മി, ഈ വിവാദങ്ങളോട് അതേ തരത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് BJP അതിന്റെ നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ കമനീയതയ്ക്ക് കോട്ടം വരുത്തുന്ന ഒരു വിവാദവും പാടില്ല. അതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല. ആ പരിപാടി അങ്ങനെ തന്നെ നടക്കട്ടെ. അതുകൊണ്ട് തൽക്കാലം ഇത്തരം വിവാദങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല. ഈ ക്ഷേത്രങ്ങൾ വൃത്തിയാക്കുക, അതുപോലെ വേണ്ട ആ നിലയിൽ സേവന പ്രവർത്തനങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിൽ ഏർപ്പെടാനാണ് BJP പ്രവർത്തകരോട് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തന്നെ ഇന്നലെയും ഇന്നുമൊക്കെ അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് വിവാദങ്ങളിലേക്ക് പ്രതികരിക്കില്ല. പക്ഷേ ഈ അവധി പ്രഖ്യാപിക്കുന്നത് തുടരുകയാണ്. ഉത്തർപ്രദേശ് ഏതാണ്ട് പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ മത്സ്യ മാർക്കറ്റിനും ഈ മാംസ വിൽപ്പനശാലകളും പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞു. ബോംബെ ഓഹരി വിപണി തിങ്കളാഴ്ച പ്രവർത്തിക്കില്ല. ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ കേന്ദ്ര സർക്കാർ ഈ ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചത് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. ആ വിവാദം അങ്ങനെ കത്ത് നിൽക്കുമ്പോഴും കൂടുതൽ അവധി പ്രഖ്യാപിക്കുന്നുണ്ട് സംസ്ഥാന BJP സർക്കാരുകളും അനുബന്ധ സംവിധാനങ്ങളുമൊക്കെ. ഏതായാലും ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ക്ഷേത്രത്തില് ഈ ഗർഭഗൃഹം പ്രതിഷ്ഠാ ചടങ്ങ് നടക്കേണ്ട സ്ഥലം വൃത്തിയാക്കുകയാണ് ഇന്ന്. അതിന്റെ പൂജാകർമ്മങ്ങളും താന്ത്രിക വിധിപ്രകാരമുള്ള മറ്റ് കാര്യങ്ങളുമൊക്കെ അവിടെ തുടരുകയാണ്. ഏതാണ്ട് ഒരു ഉത്സവ അന്തരീക്ഷം ഇവിടെ അയോധ്യ നഗരത്തിലാകെയുണ്ട്. നമ്മൾ ഇവിടെ നിൽക്കുന്നത് ലതാ മങ്കേഷ്കറുടെ പേരിലുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ലതാ മങ്കേഷ്കർ മാർഗ്. ഇവിടെ എപ്പോഴും ലതാ മങ്കേഷ്കറുടെ രാമഭക്തി ഗാനങ്ങൾ കേൾക്കാം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രീരാമഭക്തി ഗാനങ്ങൾ പാടിയിട്ടുള്ളയാള് ലതാ മങ്കേഷ്കറാണ്. അതുകൊണ്ട് അവരുടെ ഓർമ്മ നിലനിർത്തുന്ന ഒരു പ്രദേശം, ഒരു ജംഗ്ഷൻ, ഒരു കവല. അവിടെ എപ്പോഴും ലതാ മങ്കേഷ്കർ പാടിയ പാട്ടുകൾ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. അതിനിടയിൽ കലാകാരന്മാർക്ക് അവരുടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് പോവുകയും ചെയ്യാം. തൊട്ടപ്പുറത്താണ് സന്ത് തുളസീദാസ് എന്ന ഒരു തുളസീദാസ് എന്ന മഹർഷിയുടെ സന്യാസിയുടെ പേരിലുള്ള ഒരു തുളസീദാസ് ഒരു റോഡുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ ആശ്രമവും ഒക്കെ ഉണ്ട്. അവിടെയും ഇങ്ങനെ കലാപരിപാടികളും രാമായണ പാരായണവും ഒക്കെയായി, വിവിധ ഭാഷകളിലുള്ള രാമായണ പാരായണവും ഒക്കെയായി സജീവമാണ് അയോധ്യ നഗരം. ഹാഷ്മി. എസ് വിജയകുമാറാണ് അയോധ്യയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. അവിടെ ഒരുക്കങ്ങളൊക്കെയും പൂർത്തിയാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കടക്കുകയാണ് അയോധ്യ.